ആഗോള അയ്യപ്പ സംഗമത്തിൽ യുഡിഎഫിനുള്ളിൽ തർക്കം സംഗമത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് വി.ഡി. സതീശൻ. ഘടകകക്ഷികൾക്കും വിയോജിപ്പുള്ളതിനാൽ സാമുദായിക നേതാക്കളുമായി ആശയവിനിമയം നടത്തും. യുഡിഎഫ് നിലപാട് വി.ഡി. സതീശൻ ഇന്ന് പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി നൃപൻ ചേർന്നുണ്ട്. നൃപൻ, അങ്ങനെ ആഗോള സംഗമത്തിന്റെ കാര്യത്തിലും ഇപ്പോൾ വി.ഡി. സതീശൻ ഒരു എതിർപ്പ് പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, വി.ഡി. സതീശൻ ഇത്തരത്തിലുള്ള എതിർപ്പ് പറയുമ്പോൾ ഘടകകക്ഷികൾക്കും വിയോജിപ്പുണ്ട്, ഘടകകക്ഷികൾ അതിനെതിരെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സാമുദായിക നേതാക്കളുമായി ആശയവിനിമയം നടത്താനാണ് തീരുമാനം. നേരത്തെ NSS, SNDP പോലുള്ള സാമുദായിക സംഘടനയ്ക്ക് അയ്യപ്പ സംഗമത്തിന് വലിയ പിന്തുണ അറിയിച്ചിരുന്നു. എങ്ങനെയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ശ്രീനിധി, ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിലാണ് പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിലുള്ള ആശയക്കുഴപ്പം തുടരുന്നത്. കഴിഞ്ഞ ദിവസം UDFിൻ്റെ നേതൃയോഗം ഓൺലൈനായിട്ട് രാത്രിയാണ് ചേർന്നത്. അതിൽ പ്രധാനപ്പെട്ട ഘടകകക്ഷികളൊക്കെ തന്നെ വിവാദം അങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ അത് വലിയ തരത്തിൽ എതിർപ്പുണ്ടാകും. അതുകൊണ്ട് അതിനകത്ത് സൂക്ഷ്മത പാലിക്കണമെന്ന നിലപാടാണ് പ്രധാനപ്പെട്ട ഘടകകക്ഷികളെല്ലാം യോഗത്തിൽ ഉന്നയിച്ചത്. ഇക്കാര്യത്തിൽ വിട്ടുനിൽക്കണം എങ്കിൽ അക്കാര്യത്തിൽ ആശയവ്യക്തത വരുത്താൻ തയ്യാറാകണം, കൂടുതൽ ചർച്ചകൾ നടത്തണം. അന്തിമ തീരുമാനം എടുക്കുമ്പോൾ ഇത് സംബന്ധിച്ച സമഗ്രമായ ചർച്ചകൾ ആവശ്യമാണ്. ഒപ്പം തന്നെ സാമുദായിക സംഘടനാ നേതാക്കളുമായി ആശയവിനിമയം നടത്തി അവരെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം ഇക്കാര്യത്തിൽ UDFിൻ്റെ നിലപാടെടുക്കേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട ഘടകകക്ഷികളെല്ലാം യോഗത്തിൽ അഭിപ്രായമായി പറഞ്ഞത്. പക്ഷേ വി.ഡി. സതീശൻ പറഞ്ഞത് ഇത് സർക്കാരിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമിട്ടിട്ടുള്ള അജണ്ടയാണ്, അത്തരമൊരു പരിപാടിക്ക് UDF നിന്നുകൊടുക്കേണ്ട, അതുകൊണ്ട് ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന നിലപാടാണ് കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് യോഗത്തിൽ അറിയിക്കുകയായിരുന്നു. പക്ഷേ ഘടകകക്ഷികളെല്ലാം പറഞ്ഞത് ഇക്കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാക്കി നീങ്ങുന്നതാണ് നല്ലത്. അങ്ങനെ വിട്ടുനിന്നാൽ തന്നെ അത് ജനങ്ങളെയും സമുദായ സംഘടനകളെയും ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം അങ്ങനെ ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ടത് എന്ന നിലപാട് പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി യോഗത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് 10:15 പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ നിന്ന് UDF വിട്ടുനിൽക്കും എന്ന കാര്യം പ്രഖ്യാപിക്കുമെന്നതാണ് സൂചന. ഞാൻ നേരത്തെ മുഖവരയായി പറഞ്ഞതുപോലെ ഇങ്ങനൊരു പ്രഖ്യാപനം വരുമ്പോഴും UDFിനുള്ളിൽ ഘടകകക്ഷികളുടെ പ്രധാനപ്പെട്ട പല ഘടകകക്ഷികൾക്കും എതിരഭിപ്രായമുണ്ട്. ആ എതിരഭിപ്രായത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ വിട്ടുനിൽക്കാൻ തീരുമാനിക്കുന്നു. പരമാവധി സമുദായ സംഘടനാ നേതാക്കളുമായി ആശയവിനിമയം നടത്താൻ ചിലരെ ചുമതലപ്പെടുത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് വി.ഡി. സതീശൻ 10:15 നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ആഗോള സംഗമത്തിൽ UDFിനുള്ളിൽ തർക്കം തുടരുകയാണ്. സംഗമത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. ഘടകകക്ഷികൾക്ക് അതിലൊരു വിയോജിപ്പുള്ളതിനാൽ സാമുദായിക നേതാക്കളുമായി ആശയവിനിമയം നടത്തും. മാത്രമല്ല, UDF നിലപാട് വി.ഡി. സതീശൻ ഇന്ന് പ്രഖ്യാപിക്കും. നൃപനാണ് വിവരങ്ങൾ നൽകിയത്.